വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണല്ലോ പിണ്ടി. ഈ പിണ്ടി എങ്ങനെ എല്ലാവർക്കും അരിഞ്ഞെടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയില്ല. ചിലവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അപ്പം ഞാനിവിടെ വാഴ കുലച്ചൊക്കെ കഴിയുമ്പോൾ പിണ്ടിയും കായൊക്കെ ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവരെന്നോട് പറയും വളരെ ടേസ്റ്റാണ് ഇത് വെക്കാനൊക്കെ. പിന്നെ എന്താണെന്ന് പറയുമ്പോൾ അരിയാനൊക്കെ പാടാണെന്ന് പറഞ്ഞു. അവരിതുപോലെ പൊടി പൊടി പോലെ അരിഞ്ഞ സമയം കളയും. അപ്പോൾ ഒത്തിരി നേരം പാഴാവും. അതൊന്നും വേണ്ട, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് അത് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതിങ്ങനെ ചുറ്റിക്കുമ്പോൾ അതിലേക്ക് നൂല് വരും. പണ്ടൊക്കെ ഈ കാരണന്മാരൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ചൂലില്ലേ അതിൻ്റെ ഈർക്കിലെടുത്തിട്ട് ഇങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ച് നൂലെടുക്കും. എനിക്ക് അത് ചൂലൊക്കെ മുറ്റടിക്കണില്ലേ എന്ന് വിചാരിച്ച് ഞാനതൊന്നും എടുക്കൂല. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനോർത്ത് ഇത് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അത്യാവശ്യം നൂലൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഇതിൽ നൂല് കുറവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുത്ത് അടുപ്പത്തൊക്കെ വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനാവശ്യമായ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല വേവൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ്. എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു പിണ്ടിയൊക്കെ കഴിക്കണത് നല്ലതാണ്, വയറ്റിലൊക്കെ മുടിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളൂ എന്ന് പറഞ്ഞ്. പിന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മൂലക്കുരു അങ്ങനെയൊക്കെ ഒത്തിരി അസുഖങ്ങളുള്ളവർക്കും എല്ലാവർക്കും ഇത് നല്ലതാണ്. നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിണ്ടിക്കറിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊരു നല്ല വലിയ കയ്യിലെടുത്തിട്ട് ഇത് 5-8 അടിയൊക്കെ അടിക്കണം കേട്ടോ. അതിന് ഇത്തിരി വേവൊക്കെ ഉണ്ടല്ലോ പിണ്ടിക്ക്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുത്തി ഉടക്കുമ്പോൾ ഇതുപോലെ പൊടി പൊടി പോലെ വരും. പൊടി പൊടി പോലെ അരിഞ്ഞ് നമ്മൾ സമയം കളയണ്ടല്ലോ. ഇതുപോലെ കുത്തി ഉടക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായ എന്തൊക്കെ വേണം, ചെമ്മീനാണോ പരിപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ടത് തേങ്ങ അരച്ച് വെക്കുക, അല്ലാതെ ഉലർത്തുക, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. എന്ത് തന്നെയായാലും വളരെ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ എന്തോരം കഴിച്ചാലും നമുക്കൊരു കേടില്ല. അപ്പം നിങ്ങൾ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ.